അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. സെയ്ദ് വിച്ചർപ്പശ്ശേരിയുടെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ചിറ്റൂരടുത്ത് പെരുമാട്ടി പഞ്ചായത്തിലാണ് 2 ഏക്കർ റിസോർട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. റിസോർട്ട് എന്താ പൂങ്കാവനം, ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാലും വിലയാണെങ്കിൽ വളരെ കുറവ്. ചുറ്റും മതിൽ കാണണം, 4 ഹൈറ്റ്, അതായത് സൗദി അറേബ്യയിലെ ജയിലിന്റെ ഹൈറ്റ് ആണ് കേട്ടോ. നല്ല ഹൈറ്റുള്ള മതിൽ 4 പുറമുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ 2 ഏക്കർ 50 സെന്റ് സ്ഥലം, സ്വിമ്മിംഗ് പൂള്, കുളം, അതിന്റെ പുറമെ കിണർ, കോയൽ കിണർ, മോട്ടറും പെര, ഒരുപാട് ടൂറിസ്റ്റ് ഏരിയയിലേക്ക് പോയാൽ മാറിയ. അപ്പൊ ഇൻഷാല്ലാ അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ തുടങ്ങാം. അതുപോലെ തന്നെ ഇതിലുള്ള സാധനങ്ങൾ എന്താ വരും? പശുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, അതേപോലെ ഒട്ടകപ്പക്ഷിയുണ്ട്. അങ്ങനെ മൃഗങ്ങൾ ഒരുപാടുണ്ട്, പക്ഷികൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ തെങ്ങ് അനവധി ഉണ്ട്, നല്ല കായ്ഫലാണ് തെങ്ങ്. അതുപോലെ സ്വിമ്മിങ് പൂൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമുക്കിട്ട് വരിക. വിലയൊക്കെ വളരെ കുറവുള്ള, നിങ്ങൾ ബേജാറാകണ്ട, ധൈര്യമായിട്ട് മേടിക്കാം കേട്ടോ. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതാണ് ചിറ്റൂരിന്ന് വരുന്ന റോഡ്. ചിറ്റൂർക്ക് ഇവിടുന്ന് 6 കിലോമീറ്റർ ആണ്. മെയിൻ റോഡിലേക്ക് ഇവിടുന്ന് 500 മീറ്റർ ആണ്. മെയിൻ റോഡിലേക്ക് മെയിൻ ബസ് റൂട്ടിലേക്ക് ഇവിടുന്ന് 500 മീറ്റർ ആണ്. മാത്രമല്ല ഫുള്ള് ഫ്രണ്ടേജ് ആണോ. ഫ്രണ്ടേജ് കാണുന്ന ഹബീബിങ്ങളെ 100 മീറ്റർ ഫ്രണ്ടേജ് ആണ്. എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം. ഇതെന്ന് പറഞ്ഞാൽ റിസോർട്ടാണോ വെച്ചാൽ റിസോർട്ടാണ്, അല്ല ഫാമാണോ വെച്ചാൽ ഫാമാണ്, അല്ല ഇനി ടൂറിസ്റ്റിന്റെ ഐറ്റംസ് പെട്ടതാണോ വെച്ചാൽ അതാണ്. അങ്ങനെ എല്ലാമാണ്. നിങ്ങൾ തീരുമാനിച്ചോളൂ ഇത് എന്താണെന്നുള്ളത്. നല്ല കായ്ഫലമുള്ള തെങ്ങ്, ഒട്ടകപ്പക്ഷി മുതൽ നമുക്ക് ഇതിൽ കാണാം. നമ്മുടെ ഫ്രണ്ടേജ് അത് വരണ്ട്. അവിടെയാണ് കൊക്കൂർണി, അവിടെയാണ് നമ്മുടെ കൊക്കൂർണി അല്ലേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇനി നമുക്ക് ഗേറ്റ് തുറക്കാം. ഗേറ്റ് ഇങ്ങനെ തുറന്ന് മെല്ലെ ഇങ്ങനെ പോവുക. അത് ഓട്ടോമാറ്റിക് അതുകൊണ്ടുണ്ട്. നോക്കിയൊക്കെ എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പൊ ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു വീടുണ്ട് കേട്ടോ. താമസിക്കാൻ അതിമനോഹരമായ ഒരു വീടുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഈ വലതുവശത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിളിക്കൂടുണ്ട് ഇവിടെ. അതേമാതിരി താറാവ് എല്ലാം ഉണ്ട് കേട്ടോ. താറാവിനെ വിട്ടാക്കിയാണ് 14 താറാവുണ്ട് കേട്ടോ. 14 എണ്ണം താറാവിന്റെ കൂടാണ്. 14 താറാവുണ്ട്. താറാവുകളെ മേയാൻ വിട്ടു. ആയിട്ടുള്ള വല്ല പുല്ല വൈക്കൊല്ല തിന്നിട്ട് വരട്ടെ. അങ്ങനെ കാണണം, നിങ്ങൾ ഹബീബിങ്ങളെ കാണണം അല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി കാണാനുള്ള എന്താണെന്ന് അറിയോ? ഇനി ഈ സൈഡ്, അതായത് നമ്മൾ റൈറ്റും ലെഫ്റ്റും SRO മീനും 2 സൈഡും കിളിക്കൂടുകൾ ഉണ്ടോ. നല്ല പക്ഷികളുടെ കൂട് ഒക്കെ ഉണ്ട് ഹബീബിൽ കാണണം. ഇതൊക്കെ ഉൾപ്പെടെയാണ് നമ്മുടെ കച്ചവടം, ഇന്നത്തെ കച്ചവടട്ടാ. ഇതിൽ ഫ്രൂട്ട്സിന്റെ മരങ്ങളാണ് ഒരൊട്ടനവധി ഉണ്ട്. വീട് കണ്ടില്ലേ? വീട് നല്ല മനോഹരമായ വീടാണ്. 2-3 ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. മുക്കൈഫ് AC ഉണ്ട്. അതിന്റെ പുറമെ ക്യാമറ ഉണ്ട്. എല്ലായിടത്തേക്കും ക്യാമറ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് വേറെ ടെസ്റ്റ്. അപ്പൊ ഈ വീടിന്റെ ഉള്ളൊന്നും കാണിച്ചു തരുന്നില്ല. കാരണം എന്താ പറയുക, ഒരുപാട് കാണിക്കേണ്ട ഫാം. അതുകൊണ്ടാണ്. നല്ല വൃത്തിയുള്ള വീടും നല്ല ഡോറും നല്ല കാര്യങ്ങളായിട്ട്. ഹാള്, സിറ്റിംഗ് ഹാൾ ഉണ്ട്, റൂമുകളുണ്ട്, പിന്നെ AC ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിൽ. എല്ലാം ഉൾപ്പെടെ ഇതിൽ എന്തൊക്കെ ഉണ്ടോ ഫർണിച്ചർ അതൊക്കെ ഉൾപ്പെടെ കേട്ടോ. എന്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ. അതേപോലെ ഓപ്പൺ കിണർ, നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാം. നല്ല ഓപ്പൺ കിണർ വീടിന്റെ മുറ്റത്ത് തന്നെ. ഉണ്ടോ, കരിങ്കല്ല് കൊണ്ട് കെട്ടിപ്പടുത്ത കിണർ. ഇപ്പോഴും വെള്ളം നിൽക്കണം നോക്കി നിങ്ങൾ, അത്രയ്ക്ക് വെള്ളമുണ്ട് കേട്ടോ. നല്ല വേനൽക്കാലാണ്. ഈ സമയത്തും വെള്ളം നിൽക്കണമെങ്കിൽ എന്ത് വേണം? അതുപോലെ തന്നെ വീട് കണ്ടില്ലേ, വീടിന്റെ ഗ്രില്ലൊക്കെ ഇട്ടുപ്പുറത്തൊക്കെ എടുത്തിട്ടുണ്ട്, വർക്ക് ഏരിയ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളു കാണിച്ചാൽ സമയമില്ലായിട്ടാണ്, വേറെ ഒന്നല്ല. ഒരുപാട് നമുക്ക് ഇതിന്റെ വേറെ കാണാണ്ട്. വീട് ഇപ്പൊ നമുക്ക് ഇത്ര ഉണ്ടാവുള്ളൂ, നിങ്ങൾക്കും എനിക്കും അറിയാം. ഉള്ളു കാണണമെങ്കിൽ സമയം പിടിക്കില്ലേ. അപ്പൊ പ്രിയപ്പെട്ട അഭിപ്രായം, ഞാൻ ഇപ്പൊ വീട് കാണിച്ചു തരുന്നില്ല പറഞ്ഞാണ്. പക്ഷെ എന്താണെന്നറിയോ, നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി ഡോറും നല്ല മരങ്ങളും എല്ലാം ഉൾപ്പെടെ, ഫർണിച്ചർ, ഫ്രിഡ്ജ്, ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. ഇതുപോലെ ഇതിന് ഉണ്ടോ നല്ല വിശാലമായ വലിയൊരു ഹാള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പുറമെ 2 ബെഡ്റൂം ഉണ്ട്. 2ഉം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. മാസ്റ്റർ ബെഡ്റൂം ആണ് കേട്ടോ. സൂപ്പർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം. 2 ബെഡ്റൂം, അത് 3 ബെഡ്റൂം ഉണ്ട്. അതിൽ 2 ഇപ്പൊ കാണിച്ചു തരുന്നുണ്ട് നമ്മള്. കാരണം ഒന്നടെ പൂട്ടി സാധനം വെച്ചിരിക്കുക. അതിന്റെ പുറമെ വർക്ക് ഏരിയ, കിച്ചൺ, എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ വർക്ക് കഴിഞ്ഞിട്ട്. ആ ഒരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം കാണിച്ചു കൊടുക്കുന്നത്. വേറെ പുറത്തേക്ക് ഒരുപാട് കാണിച്ചു കൊടുക്കാം. തൊടി ഒരുപാട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. 2 അറ്റാച്ച് ബാത്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം. അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, വീട് കാണിച്ചു തരില്ല വിചാരിച്ചാണ്. പക്ഷേ പിന്നെ ആളുകൾ ചോദിക്കല്ലോ വീട് എന്തേ കാണിക്കാൻ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ്, യാതൊരു സംശയമില്ല. വീട് കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടെ എന്തൊക്കെ ഇവിടെ നല്ല ഫ്രൂട്ട്സ്, മാവ്, അത് ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ വെറൈറ്റി ഫ്രൂട്ട്സുകളാണല്ലോ. മാഷാ അല്ലാ ആണോ. മാവ് വേറുണ്ട് കേട്ടോ. അങ്ങനെ 8 അനവധി ഉണ്ട്, എല്ലാം ഉണ്ട്. യാതൊരു പ്രശ്നവുമില്ല. കാരണം നല്ല കൂളിംഗ് ഉള്ള സ്ഥലം, നല്ല കുളിർമയുള്ള സ്ഥലം, നല്ല പച്ചപ്പുള്ള സ്ഥലം, തെങ്ങുകൾ
ഒട്ടനവധി തെങ്ങുകളുണ്ട് കേട്ടോ. ഒട്ടനവധി തെങ്ങുകൾ നമുക്ക് വീട്ടിൽ ഞാൻ പറഞ്ഞു AC ഉൾപ്പെടെ കേട്ടോ, മുക്കൈഫ് ഉൾപ്പെടെ എല്ലാം ഇതിൽ എന്തൊക്കെ കാണുന്നോ ആ മുതലൊക്കെ നിങ്ങൾക്ക് ഉള്ളതാണ്. ഇതാ ഇവിടെ നമുക്ക് ഇതാ പ്രാവുകൾക്ക് പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നു. എന്റെ ഹബീബികൾ കാണണം. അതിന്റെ അടുത്തുകൾ തന്നെ നല്ല ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ തോട്ടം, ഒരു പൂങ്കാവനം എന്നൊക്കെ പറയാ, പൂങ്കാവനം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇനി രണ്ടാമത് ഇവിടെ നിന്ന് കാണണം നിങ്ങള്. വെള്ള സൗകര്യത്തിന് ചെയ്തത് യഥേഷ്ടം വെള്ളമുണ്ട് കേട്ടോ. മോട്ടറിന് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അടക്കാപ്പഴത്തിന് മരണ്ടത് കണ്ടോ. അടക്കാപ്പഴത്തിന്റെ മരമാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഇതുപോലെ ഒട്ടനവധി മരങ്ങൾ അവിടെയും ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബുകൾ കാണണം. ഇനി കാണേണ്ട എന്താ അറിയോ, ഇനി നമുക്ക് പശുവിന്റെ ഫാം ഉണ്ട്. പശുവിന്റെ അതില് കേട്ടോ, പശുവിന്റെ ഫാം കാണാം പ്രിയപ്പെട്ട ഹബീബിങ്ങള്. ഒരു കുട്ടി ഇവിടെ കേട്ടോ, നല്ല അടിപൊളി പശു ഉണ്ട്. ഇതന്നെ ഉള്ളൂ കേട്ടോ, പശുവായിട്ട് തന്നെ ഉള്ളൂ, വേറെ പശു ഇല്ലല്ലോ നമുക്ക് ചേച്ചി, ഇതന്നെ ഉള്ളൂ. അപ്പൊ ഒരു പശു ഉണ്ട്, ഒരു ഒട്ടക പക്ഷിയുണ്ട്. അതിന്റെ പുറമെ നമുക്ക് മറ്റു പക്ഷികൾ വേറുണ്ട്, കോഴിപ്പക്ഷി വേറുണ്ട്. കോഴികൾ, നാടൻ കോഴികളുണ്ട്. പ്രിയപ്പെട്ട ഹബീബികൾ കാണണം. അതാണ്ടോ ഈ മുള കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിച്ചാപ്പൊളി മുള ആണോ. നമ്മുടെ സ്ഥലത്തിന്റെ കോമ്പൗണ്ട് വളരെ നല്ല രീതിയിൽ മതിൽ കൊണ്ടും ഇതൊക്കെ കെട്ടി നല്ല ഹൈറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലോറിയൊക്കെ കൊണ്ടുവരികയാണെങ്കിലേ നമുക്ക് വാഹനം ഇതേ വരാം. ഈ ഗേറ്റ് ഇതാണ് ലോറി വരാനുള്ളത്. കാരണം വീട്ടിലൊക്കെ തീറ്റ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഗേറ്റ്, ഹലാക്കിന്റെ ഗേറ്റ് അല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിങ്ങൾ പുറകോട്ട് പോകാൻ നല്ല തേങ്ങ കണ്ടിട്ടാ, നല്ല കായ്ഫുള്ള തെങ്ങ് കണ്ട, തെങ്ങുമ്പോൾ തേങ്ങ നിൽക്കണ്ട, നല്ല സൂപ്പർ തേങ്ങ കാണിച്ചു കൊടുക്ക്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തേങ്ങട്ട് പോയി പറഞ്ഞു. എന്നേ തേങ്ങട്ട് ചേച്ചി, തേങ്ങ എന്നിട്ട് പോയി? അതെ, ശരി. അപ്പൊ അങ്ങനെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണാൻ നല്ല കായ്ഫുള്ളത് കേട്ടോ. ഇനിയാണ് നമുക്ക് കാണാനുള്ള മുതല്, സ്വിമ്മിംഗ് പൂൾ വരെ നമുക്ക് കാണാണ്ട് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പോവുക, ഓരോന്നോരോന്നായിട്ട് കാണാം. എല്ലാ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തരും, യാതൊരു സംശയമില്ല, എല്ലാ ഭാഗം കാണിച്ചു തരും. അപ്പൊ പ്രിയപ്പെട്ട ഹബീബിനെ ആ പശുവിന്റെ തൊഴുത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇതാണോ നമ്മുടെ ഒട്ടക പക്ഷി നിൽക്കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങും. ഒരുപാട് കോഴികൾ മറ്റുള്ളതൊക്കെ ഉണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ നിങ്ങൾ എന്റെ ചാനൽ കൂടെ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് കച്ചവടത്തിനുള്ളതാണ് കേട്ടോ, യാതൊരു സംശയമില്ല. വെള്ളം ചാടുന്നാടോ, വെള്ളം എല്ലാ ഭാഗത്തേക്കും വെള്ളത്തിലുള്ള സൗകര്യം ഉണ്ട്. എങ്ങനെ വന്ന് ഈ ഭാഗം കാണിച്ചു കൊടുക്കുന്ന ഒരു കൊക്കുറിനെയൊക്കെ ഉണ്ട്. ഈ വഴി കൂടെ വന്ന ഒരു കൊക്കുറിനെ കാണാന്നാടോ. നല്ല ഗ്രില്ല് കെട്ട് എല്ലാ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. കോഴികൾക്ക് വേറെ സെക്ഷൻ, ആടിന് വേറെ, പശുവിന് വേറെ കണ്ടോ. എന്റെ ഹബീബിങ്ങൾ ഇഞ്ഞിദ്യ പോയി നോക്കുക. അദ്യ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൊക്കുറിനെ വെള്ള സൗകര്യം വേറെ ഇഞ്ഞ് കാണാനുണ്ട്. അത് രണ്ട് സൈഡ് കണ്ട് നടുകൂടെ വഴിയൊക്കെ ഇട്ടിട്ട്, ഈ വഴി ഇടാൻ പൈസ എത്ര വരുന്ന ആലോചിച്ചാൽ മതി. ഇതേപോലെ എല്ലാ ഭാഗത്തേക്കുള്ള വഴി തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ വരുന്ന ഹബീബിങ്ങൾക്ക് യാതൊരു പണിയില്ല, വന്നിട്ട് ഇരുന്നാൽ മതി കേട്ടോ. ഇഷ്ടപ്പെട്ട മൃഗങ്ങളെയോ പക്ഷികളെയോ മേടിച്ചിട്ട് ഇവിടെ നമുക്ക് നല്ലൊരു ഫാം സെറ്റ് ചെയ്യാം. കൊക്കറിനിയുടെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഏതാണ്ടോ ചാമ്പക്ക ഉണ്ട് ഇവിടെ കേട്ടോ. ഇതേപോലെ പല ഭാഗത്തുണ്ട്. ഇത് അരയണം, ഇവിടെ നമ്മുടെ കാലിലോട്ടും അരയണം. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുരിങ്ങ ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട് കേട്ടോ. ഇത് മുരിങ്ങയുടെ മരമാണ്, മുരിങ്ങക്കായ ഉണ്ട്, മുരിങ്ങയുണ്ട്. അപ്പൊ ഒന്നിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. മുരിങ്ങക്കായൊക്കെ ഉണ്ട്, ചാമ്പങ്ങ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ടേജ് ഇവിടെ തന്നെയാണ്. പക്ഷെ മാത്രമല്ല നമുക്ക് ഇവിടെ നമുക്ക് വെള്ള സൗകര്യം ഇവിടെയാണ്. കൊക്കുർണി, അതായത് നമ്മുടെ നാട്ടിലെ കുളം എന്ന് പറയും, കുറച്ച് കൊക്കുർണി പറയും, ചിലടത്ത് വലിയ കിണർ എന്നൊക്കെ പറയും. ഏകദേശം വെള്ളം മോട്ടർ വരെ സൗകര്യങ്ങളൊക്കെ ഇതിനോട് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ പെട്ട തന്നെയാണ്. പക്ഷെ വെള്ള സൗകര്യം നമ്മൾ പുറത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് ഇതിനെ നമുക്ക് അതിലേക്ക് എൻട്രൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെയാണ് നമുക്ക് എൻട്രൻസ്. ഈ തൊടിയിൽ നിന്ന് ഇതൊന്ന് കാണിച്ചു കൊടുത്ത, ഈ വഴി നിന്ന് കാണിച്ചു കൊടുത്തു, എൻട്രൻസ് ആണ്. ഈ തൊടിയിൽ നിന്ന് അതിലേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അതും കാണിച്ചു തന്നു. അതുപോലെ ഒരുപാട് ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ ഇതിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. റംബുട്ടാനൊക്കെ കാണുന്നുണ്ട്, അങ്ങനെ പലതും കാണുന്നുണ്ട് നമ്മൾ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗേറ്റ് ഒക്കെ കടന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആട് കോഴിയൊക്കെ ഉണ്ട്, അരയന്ന കോഴി ഉണ്ട് കേട്ടോ. എർമു, ഒട്ടകപ്പക്ഷി, അങ്ങനെ എല്ലാം ഉണ്ട്. ഏറ്റവും സെറ്റ് വരെ ഉണ്ട്. അരയന്നങ്ങൾ കണ്ടോ,
ഒന്ന് കാണിച്ചു കൊടുത്താൽ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്ക്. ആടും കുട്ടികളുണ്ട് കണ്ടോ ഹബീബിങ്ങൾ കാണണം. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം. ഒട്ടകക്കോഴി ഒട്ടകണ്ട് നല്ല അടിപൊളി കോഴിക്കോട് അരണ്യങ്ങളുടെ കോഴി ഒന്ന് കാണിച്ചു കൊടുത്താൽ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ കണ്ടോ. നല്ല അതിഗംഭീരമായിട്ട് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. കാണാടോ ഒട്ടകപ്പക്ഷികളുടെ സാധനമാണ് അത്. കണ്ടില്ലേ ഒട്ടകത്തിന്റെ അതേ ഹൈറ്റ് കണ്ടോ. കോ ഒട്ടകപ്പക്ഷി കാണിച്ചു കൊടുക്കുക. ഈ ഒട്ടകപ്പക്ഷി അടക്കം നമ്മൾ എന്തൊക്കെ ഈ ചാനലിൽ കാണിച്ചു തന്നിട്ടുണ്ടോ അത് ഫുള്ളായിട്ട് നമ്മുടെ ഇതിൽ വരുന്നതാണ് കേട്ടോ. ഒന്നും ഒഴിവില്ല. ആട്ടുംകൂട്, കോഴിക്കോട്, പ്രാവുംകൂട് അങ്ങനെ എല്ലാം ഇതിലുണ്ട്. നല്ലൊരു ടൂറിസ്റ്റ് കണ്ടോ നല്ല ടൂറിസ്റ്റ് ഏരിയ പോയ മാതിരി നല്ല പച്ചപ്പുണ്ട്. കണ്ടില്ലേ ഹബീബിങ്ങൾ. അങ്ങനെ ഇതാ കോഴികള് അരയന്നങ്ങള് എല്ലാ കോഴിയുണ്ട് കേട്ടാ. അതിന്റെ പുറമെ വേറെന്ത് കോഴിയാണ്? ടർക്കി കോഴി, അരയന്ന കോഴി. ഈ അരയന്ന കോഴി ഉൾപ്പെടെയാണ് കച്ചവടം കേട്ടോ. ഇതൊക്കെ ഇതിൽ പെടുവേ. ഇതിൽ എന്തൊക്കെ മുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ കച്ചവടത്തിൽ പറഞ്ഞാണ്. യാതൊന്നും നമുക്ക് മാറ്റി നിർത്താനില്ല. വെള്ള സൗകര്യം കണ്ടില്ലേ, യഥേഷ്ടം വെള്ള സൗകര്യമാണ്. അപ്പൊ അരയന്നങ്ങളുണ്ട്, ടർക്കി കോഴി ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല പച്ചപ്പുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കൂടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ഉള്ള സ്ഥലമാണ് കേട്ടോ. എത്ര ചൂടായിക്കോട്ടെ ഇവിടെ ഭയങ്കര കൂളിംഗ് ആണ്. ഇതാ ഈ അരയന്നങ്ങൾ കാണിച്ചത്ത അരയന്നങ്ങൾ നടക്കണോ ഉഷറായിട്ട്. അപ്പൊ ഈ അരയന്നങ്ങളടക്കം നമുക്ക് കച്ചവടത്തിൽ പെടും. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികൾ ഇതാണ് എല്ലാ ഭാഗത്തേക്കും നമുക്ക് വഴികളുണ്ടെന്ന്. ഇനി ബാക്ക് വശത്തേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ തെങ്ങൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ നല്ല കായ്ഫലുള്ള ഒരു തെങ്ങെങ്കിലും കാണിച്ചു കൊടുക്കുക. കാരണം എന്താ ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു തെങ്ങെങ്കിലും കാണിച്ചു കൊടുക്കുക. അതുപോലെ എല്ലാ തെങ്ങിലും കായ്ഫലം ഉണ്ട് കേട്ടോ. നല്ല നനവുള്ള തോട്ടാണ്, യാതൊരു സംശയമില്ല. നല്ല ഹൈറ്റുള്ള മതില്, അതായത് സെൻട്രൽ ജയിലിനൊക്കെ കിട്ടുന്ന മതിലില്ല അതേപോലുള്ള മതിലാണ്. കാരണം ചാടാൻ പാടില്ല ആരും, അതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ പുറമെ ക്യാമറ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തേക്കുകൾ, ഇതുപോലുള്ള തേക്കും തൈകൾ അവിടെ ഇവിടെയൊക്കെ കാണാം. അതുപോലെ തന്നെ മാവ്, പല ജാതി മാവുകൾ ഉണ്ട് ഇതിൽ കേട്ടോ. മാവൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ, തേയ്മാവൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ. എല്ലാം മാവിന്റെ അടക്കം നനയ്ക്കാനുള്ള സൗകര്യം, വെള്ള സൗകര്യം ഇവിടെ ഉണ്ട്. മാവിനടക്കം നനയ്ക്കാനുള്ള സൗകര്യം, അത്രയ്ക്കും വെള്ളം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. നല്ല മാവ് കാര്യങ്ങളൊക്കെ ഇനിയും ഇങ്ങനെ ഈ ഭാഗത്തൂടെയൊക്കെ മാവും തൈ, ചെറിയ ചെറിയ മാവും തൈകളാണ്. അപ്പൊ ഇനി നമുക്ക് ഏറ്റവും ബാക്ക് വശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൊന്ന് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഏറ്റവും ബാക്ക് വശമാണ് കാണുന്നത്. കണ്ടില്ലേ, നിറയെ തെങ്ങുകൾ നിൽക്കുന്നു, നിറയെ വെള്ള സൗകര്യം, വെള്ളം മോട്ടർ കാര്യങ്ങളൊക്കെ നല്ല പൈപ്പ് ലൈനൊക്കെ എല്ലാ ഭാഗത്തും എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ തെങ്ങിന്റെ ചുവട്ടിലേക്കും നമുക്ക് വെള്ളത്താനുള്ള സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും നടന്നു വരാനുള്ള സൗകര്യം ഉണ്ട്. നല്ല സിമെന്റ് ഒക്കെ ഇട്ടിട്ട് നല്ല നടവഴിയാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണുന്നതാണ് വെള്ള സൗകര്യം യഥേഷ്ടമാണ്, യാതൊരു സംശയമില്ല. നല്ല വെള്ള സൗകര്യം. തെങ്ങൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല വെള്ള സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ ചുറ്റും മതിലാണ്, നല്ല ഹൈറ്റില്. എത്ര പൊക്കെന്ന് വെച്ചാൽ 7 അടി 8 അടി പൊക്കമുള്ള മതിലാണ്. നല്ല മതിലുകള്. ഇവിടുത്തെ ചാമ്പക്കയുടെ മരമാണ് കേട്ടോ. ഈ ചാമ്പക്ക നമ്മുടെ ചേച്ചിയോടെ ചാമ്പക്ക പറിക്കുന്നുണ്ട് കേട്ടോ. ചാമ്പക്കയുടെ നല്ല അടിപൊളി മരമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ A to Z വരെ എല്ലാം ഉണ്ട്. തെങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തെങ്ങല്ല, നല്ല കായ്ഫലുള്ള ചെറിയ തെങ്ങ് തന്നെയാണ്. അധികം ഇതായിട്ടില്ല, നല്ല കായ്ഫലുള്ള ചെറിയ തെങ്ങുകളാണ്. മാത്രമല്ല നമുക്ക് ഏറ്റവും ബാക്ക് വശം അതിലേക്ക് വെള്ളം വരുന്ന സംവിധാനമല്ലേ. അപ്പൊ എല്ലാ ഭാഗത്തും കാണിച്ചു കൊടുത്താൽ, മതിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ എന്താണ്. അതാണ് ചാമ്പക്ക ചാമ്പക്ക ഇഷ്ടം പോലെ പറിച്ച് നമ്മൾ കൊണ്ടുപോകാൻ പോവാണ് അല്ലേ. പിന്നെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഓരോ തെങ്ങുമേ നമുക്ക് നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ്. അപ്പൊ പ്രത്യേകിച്ച് എൻ്റെ ഈ ഹബീബിങ്ങൾ കാണുന്ന ഹബീബിങ്ങൾ ഇതുപോലുള്ള ആവശ്യപ്പെടുണ്ടാവും. തങ്ങളുടെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ലൊരു സീനറി, നല്ല യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോയ മാതിരി കേട്ടോ. നല്ല മീൻ വളർത്താൻ പറ്റി. ഇവിടെയും വെള്ളം വന്ന് യഥേഷ്ടം ചാടുന്നുണ്ട് കേട്ടോ. ഇവിടെ വെള്ളമുണ്ട്, നല്ലൊരു കുളിക്കാനുള്ള സംവിധാനം, എന്താ വേണ്ടി നമുക്കിവിടെ ചെയ്യാം. ഒരു സ്വിമ്മിങ് പൂള് വെറൈറ്റി മോഡൽ ഇതല്ലേ. ആ മതിലിന്റെ ഹൈറ്റ് ഒക്കെ നോക്കണം, നല്ല ഹൈറ്റുള്ള മതില്. വെള്ളം യഥേഷ്ടം വന്ന് ചാടുന്നു. മീൻ വളർത്തണമെങ്കിൽ വളർത്താം, നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കാണേണ്ടത് നമ്മൾ എന്താ പറയുക, ഈ സംഘടനകൾ നല്ല ഹൈടെക് ഫാമാണിത് കേട്ടോ. ഹൈടെക് ഫാം എന്ന് പറഞ്ഞാൽ ഹൈടെക് ഫാം. നമുക്ക് ആട്ടുംകൂടുണ്ട്, കോഴിക്കോടുണ്ട്, പ്രാവുകൾ, മറ്റുള്ള മൃഗങ്ങൾക്കുള്ള എല്ലാ സംവിധാനം ഉണ്ട്. ഇത് നല്ലൊരു കാഴ്ച ബംഗ്ലാവാക്കി മാറ്റാം കേട്ടോ. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആക്കി മാറ്റാം. കാരണം ആളുകൾ ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസ്
ഇതുപോലുള്ളതിലൊക്കെ നല്ല മൃഗങ്ങളെയൊക്കെ വെച്ച് വളർത്തിയിടോ നല്ല ഹൈറ്റിലാണ് അല്ലോ. ഇവിടെ തന്നെ നമുക്ക് ഇതാണല്ലേ നല്ല ഹൈറ്റ്, എന്നേക്കാൾ ഹൈറ്റിൽ ഇവിടെ ഉണ്ട്, ഇവിടെ അതിലേക്കാൾ ഹൈറ്റ് ഉണ്ട് അല്ലേ. അപ്പൊ നല്ല ഹൈറ്റിൽ ചുറ്റോട് ചുറ്റും മതില് കെട്ടണമെങ്കിൽ തന്നെ എത്ര എമൗണ്ട് വരുമെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇതിലൊക്കെ 4 ഭാഗം നടന്ന് കാണാനുള്ള സംവിധാനം ഇതല്ലോ വഴിയിട്ടുണ്ട് ആണല്ലോ. തൈത്തെങ്ങുണ്ട്, ചെറിയ തെങ്ങുകൾ കേട്ടോ, കൂടുതലും ചെറിയ തെങ്ങുകൾ തന്നെയാണ്, യാതൊരു സംശയമില്ല ഇതല്ലേ. അപ്പൊ എന്റെ ഹബീബികൾ എന്താണ് ബാക്ക് വശാണിത് അല്ലേ, എല്ലാ ഭാഗവും നിങ്ങൾ കാണൽ കഴിഞ്ഞു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾക്ക് ഇതൊക്കെ കാണിച്ചു തന്നു. പാലക്കാട് ജില്ലയിലാണ്, നമ്മുടെ ചിറ്റൂർ ടൗണിന്റെ അടുത്താണ്. ബസ് റോഡ് 500 മീറ്റർ ആണ് ഇവിടെ ദൂരം. ടാറിംഗ് റോഡ് സൈഡാണ്, നല്ല അടിച്ചാപ്പൊളി ഫാമാണ്. വീടുണ്ട്, അതുപോലെ വീടിനോട് ചുറ്റും നമുക്ക് അതുപോലെ തന്നെ തോട്ടത്തിലേക്കൊക്കെ നമുക്ക് നോട്ടം എത്താൻ വേണ്ടിയിട്ട് ഒരു ക്യാമറയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ഭാഗത്തും ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒട്ടനവധി തെങ്ങുകളുണ്ട്, എണ്ണിയാൽ തിക്കത്തില്ല. അതേപോലെ തന്നെ മാവുകളുണ്ട്, കൊയ്യാപ്പഴം ഉണ്ട്, ഇടക്കാപ്പഴം, അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ചാമ്പക്ക, മറ്റുള്ള ഫ്രൂട്ട്സുകൾ എല്ലാം ഉണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബുകൾ, ഇത് ശരിക്കൊന്ന് കാണണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. അതായത് ഒട്ടകത്തിന്റെ പക്ഷിയുണ്ട്, ഒട്ടകം അവിടെ കിടക്കുന്നുണ്ട്, പക്ഷി ഇവിടെ ഉണ്ട്. കാരണം ശരിക്കും നോക്കിയാൽ 4 പുറം മതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സൗദി അറേബ്യയില് റിയാദില് നമ്മുടെ ജയിലിന്റെ മാതിരിയുണ്ട്, നല്ല ഹൈറ്റില്. മലാസിൽ ഒരു ജയിലുണ്ടല്ലോ റിയാദില്, ആ ജയിലിന്റെ മാതിരി. അതായത് നമ്മുടെ അബ്ദുറഹിം ഇപ്പൊ കിടക്കുന്നത്, നമ്മുടെ അബ്ദുറഹിം ഇപ്പൊ നമ്മൾ പിരിച്ചില്ലേ, കോടികൾ പിരിച്ചില്ലേ, ആ അദ്ദേഹം കിടക്കുന്ന ജയിലിന്റെ അതേമാതിരി മലാസിലാണ് ആ ജയിൽ, റബുവിന്റെ അപ്പുറത്ത്. അപ്പൊ ആ ജയിലിന്റെ ഹൈറ്റുള്ള നല്ല മതില് കാര്യങ്ങള് എല്ലാം ഉണ്ട്, ഒന്നിനും ബുദ്ധിമുട്ടില്ല. വെള്ള സൗകര്യം യഥേഷ്ടമുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതേപോലെ തന്നെ ഇതിൽ നമുക്ക് AC മുക്കൈഫ് ഉണ്ട്. മുക്കൈഫ് ഒക്കെ ഇതൊക്കെ കച്ചവടത്തിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതൊക്കെ പെടും. പക്ഷെ ഇതിൽ ചിലപ്പോൾ ചാമ്പൊക്കെ പറിക്കുന്ന ഒരു ചേച്ചിനെ ഞങ്ങൾ തരില്ല കേട്ടോ. ചേച്ചി ഇവിടുത്തെ ആളാണ്, ചേച്ചിനെ പെടൂല, അത് കാര്യം പറഞ്ഞുതരാം. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും കണ്ടലൊക്കെ തരുമല്ലോ എന്നില്ല, ചേച്ചിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കച്ചവടമാണ്. അപ്പോൾ ചേച്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങുന്നവർക്ക് ഇവിടെ എളുപ്പമാവും. കാരണം 8-10 വർഷമായിട്ട് പരിചയമുള്ള ഒരു ചേച്ചിയാണ്, നിങ്ങൾക്ക് ആളെയും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചേച്ചിയെ ഇല്ലല്ലോ, നോക്കാനും ആളായി വാങ്ങുന്നവർക്ക്. അപ്പൊ പ്രത്യേകിച്ച് യൂറോപ്പ് കൺട്രിയിലുള്ളവരൊക്കെയാണ്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിലുള്ളവരൊക്കെ ഇങ്ങനത്തെ ആവശ്യപ്പെടാറുണ്ട്. എന്റെ ഹബീബിങ്ങൾ അതിന് വലിയ വിലക്ക് ആയതാണ്. നിങ്ങൾക്കറിയാം, ചുറ്റോട് ചുറ്റും മതില് കെട്ടണമെങ്കിൽ 2.5 ഏക്കർക്ക് എത്ര ഉറുപ്പ്യ വരുന്ന അറിയാം. സ്വിമ്മിംഗ് പൂൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ പറഞ്ഞിരുന്നത് 3 കോടിയാ. അവിടുന്നൊക്കെ നമ്മൾ താത്തി കൊടുക്കുന്നു. കാരണം എന്താ പറയുക, നമുക്ക് കച്ചവടം നടക്കണം. അതുകൊണ്ട് ഇവർ ചോദിക്കുന്നത് 1.90 1,90,00,000 ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കാം ഇൻഷാ അല്ലാ. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികൾ ഇത് കാണാൻ വരുമ്പോൾ ഇതിന്റെ ആളെ നമ്പർ നമ്മൾ വെക്കുന്നുണ്ട്. നേരിട്ട് വിളിച്ച് മുൻകൂട്ടി വിവരം തന്നിട്ട് വേണം വരാൻ. പെട്ടെന്ന് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് കാണാൻ പറഞ്ഞാൽ നടക്കൂല, അതുകൊണ്ട് പല തിരക്കിലാവും. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ചാനലിലും ഉണ്ട്, അങ്ങനെ എല്ലാ ചാനലുകളും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഇന്നത്തെ പ്രോപ്പർട്ടി ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല, കാരണം അത്ര മനോഹരമായ നല്ലൊരു പൂങ്കാവനമാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി വാങ്ങുന്നവർ നമുക്ക് തരേണ്ട എത്രയെന്നറിയോ, 1% കമ്മീഷൻ. ആ കമ്മീഷൻ തരുന്നതിന് പകരം നേരിട്ടൊന്നും ആകരുത്. അപ്പൊ ഇൻഷാ അല്ലാ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി A to Z വരെ ഈ 2.5 ഏക്കറിലുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും. കുല്ലുക്കും മഅസ്സലാമ.